വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് 47 റൺസിൻ്റെ വിജയവുമായി ക്വാളിഫയർ 2 യോഗ്യത നേടിയിരിക്കുന്നു. വെള്ളിയാഴ്ച ഗുജറാത്തുമായിട്ടാണ് ക്വാളിഫയർ 2 രാജസ്ഥാന് കളിക്കേണ്ടത്. അതിലെ വിജയികളായിരിക്കും RCBക്കെതിരെ അവസാന അംഗത്തിന് മെയ് 31 ഞായറാഴ്ച കളത്തിലുണ്ടാവുക. ആരെന്നറിയാൻ വെള്ളിയാഴ്ച വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് സത്യത്തിൽ ടോസ് ലഭിച്ച സൺറൈസ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ ബാറ്റിങ്ങിന് അയക്കുമ്പോൾ ആ ഒരു തീരുമാനം ശരിയായിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ശരി തന്നെയാണ്. ചുരുങ്ങിയത് 220 റൺസിനെങ്കിലും രാജസ്ഥാൻ റോയൽസിനെ ഒതുക്കാൻ കഴിയണമായിരുന്നു. പക്ഷേ അതിന് ഹൈദരാബാദ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് സാധ്യമായില്ല. എങ്കിൽ പോലും അവസാന 5 ഓവറുകളിൽ ഹൈദരാബാദ് വളരെ ശക്തമായൊരു തിരിച്ചുവരവാണ് നടത്തിയത്. അവസാനത്തെ 5 ഓവറിൽ 36 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അതിനിടയ്ക്ക് ആ 5 ഓവറുകളിൽ 5 വിക്കറ്റുകളും നേടാൻ കഴിഞ്ഞു. അതല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 280 പോലും പോകുമായിരുന്നു ആ സ്കോർ. ആ ടോസ് ലഭിച്ച് ബാറ്റിങ്ങിന് അയച്ചതിലൊന്നും കുറ്റം പറയാനില്ല. അവിടെ സംഭവിച്ചത് സൂര്യവംശിയുടെ ഒരു അഴിഞ്ഞാട്ടമാണ്. മത്സരത്തിന് ശേഷം ഹൈദരാബാദ് ക്യാപ്റ്റൻ കമ്മിൻസ് അത് തന്നെയാണ് പറഞ്ഞത്. അവനിങ്ങനെ ഒരു ഭ്രാന്തമായ കളി കളിച്ചാൽ ഞങ്ങളുടെ ബൗളേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയും? പ്ലാനിങ്ങിലൊന്നും പിഴവ് പറ്റിയിട്ടില്ല. പക്ഷേ ഹൈദരാബാദ് അവരുടെ പ്ലാൻ കൃത്യമായി നിർവഹിക്കാൻ ശ്രമിച്ചു. സൂര്യവംശി അവൻ്റെതായ പ്ലാൻ അവിടെ നടപ്പാക്കി. അതാണ് ഉണ്ടായത്. അതുതന്നെയാണ് സൂര്യവംശിയും മത്സരശേഷം പറഞ്ഞത്. ഞാൻ എതിരാളികളുടെ പ്ലാൻ എന്താണെന്ന് ചിന്തിക്കാറില്ല, അത് അവരുടെ കാര്യമാണ്. ഞാൻ എൻ്റെ പ്ലാനുമായിട്ടാണ് മുന്നോട്ട് പോകാറുള്ളത്. രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞത് പ്രസ് മീറ്റിൽ എന്താണ് നിങ്ങൾ സൂര്യവംശിക്ക് കൊടുക്കുന്ന ഉപദേശം എന്ന് ചോദിച്ചപ്പോൾ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ മുൻപൊക്കെ പറഞ്ഞതുപോലെ തന്നെ സൂര്യവംശി ബാറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് നെറ്റ്സിൽ പരമാവധി അവൻ പരിശീലനം നടത്തുന്നു. അത് കഴിഞ്ഞ് ഗ്രൗണ്ടിലിറങ്ങി അവന് ചെയ്യാനുള്ളത് ചെയ്യുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം അവന് നൽകിയിട്ടുണ്ടെന്നാണ്. ആ ഒരു സ്വാതന്ത്ര്യം ഗ്രൗണ്ടിൽ സൂര്യവംശി ഉപയോഗിക്കുമ്പോൾ കൊലകൊമ്പന്മാരായ ബൗളർമാർ തലകുനിക്കേണ്ടി വരികയാണ്. അതാണ് ഈ IPLൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ ബുംറയെ നേരിട്ട് ആദ്യ പന്തിൽ 6 പറത്തിയത് നമ്മൾ കണ്ടതാണ്. ജോഷ് ഹാസൽവുഡിനെ 6ലേക്ക് പറത്തിയത് കണ്ടതാണ്. ഭുവനേഷ് കുമാറിനെ 6ലേക്ക് പറത്തിയത് നമ്മൾ കണ്ടതാണ്. ഹൈദരാബാദിനെതിരെ ഈ IPLൽ ഒരു മത്സരത്തിൽ 0-ന് പുറത്തായപ്പോൾ ഒരു മത്സരത്തിൽ സെഞ്ചുറി നേടിയതും ഈ സീസണിൽ തന്നെയാണ്. ഇത്തവണ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് ഹൈദരാബാദിനെതിരെയാണ്. ഒരു 103, ഒരു 97, ടോട്ടൽ 200 റൺസ് 3 മത്സരങ്ങളിൽ നിന്ന്. ഒരു സീസണിൽ 59 സിക്സ് എന്ന നേട്ടം ക്രിസ് ഗെയിലിൻ്റേതായിരുന്നു ഇതുവരെ. അതെല്ലാം പഴങ്കഥയായി. ഇപ്പോൾ 15-കാരൻ പയ്യൻ്റെ പേരിലാണ് ആ റെക്കോർഡുള്ളത്. 65 സിക്സുകളാണ്. ഇനിയും അവസാനിച്ചിട്ടില്ല. വെള്ളിയാഴ്ച ഗുജറാത്തുമായിട്ട് മത്സരമുണ്ട്. അത് ജയിച്ചാൽ ഫൈനൽ ഞായറാഴ്ച RCBക്കെതിരെയുമുണ്ട്. 65-ൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ 80-ഉം കടന്നു പോയേക്കാം ഈ ഒരു ഫോമിലാണെങ്കിൽ. കാരണം ഇന്ന് 26 സിക്സാണ് ഇന്നത്തെ മത്സരത്തിൽ മൊത്തത്തിൽ 2 ടീമുകളും കൂടി നേടിയത്. ആ 26-ൽ 12 സിക്സും ഈ കൊച്ചു പയ്യൻ്റെ പേരിലാണ്. ഇനി 2 മത്സരങ്ങൾ കളിക്കാൻ അവസരം ലഭിച്ചാൽ അതിലൊരു 15 സിക്സെങ്കിലും എടുക്കുമെന്ന് കരുതുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം. രാജസ്ഥാൻ റോയൽസ് ആദ്യം ബാറ്റ് ചെയ്ത് 243 റൺസാണ് സ്കോർ ചെയ്തത്. 15-ാം ഓവറിൽ 200 കടന്ന രാജസ്ഥാൻ റോയൽസിന് പക്ഷേ അവസാന ഓവറുകളിലാണ് അടിതെറ്റിയത്. അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സ്കോറിലേക്ക് പോകുമായിരുന്നു. മധ്യനിരയിലെത്തിയ ഫെരേരയ്ക്ക് കാര്യമായി ഇന്ന് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എന്നതു തന്നെയാണ് വലിയ സ്കോറിലേക്ക് രാജസ്ഥാൻ റോയൽസിന് പോകാൻ കഴിയാത്തതിൻ്റെ മുഖ്യ കാരണം. മത്സരശേഷം അതും ക്യാപ്റ്റൻ പരാഗ് സൂചിപ്പിക്കുകയുണ്ടായി. 243 എന്ന സ്കോറിൽ രാജസ്ഥാൻ ഒതുക്കിയ സ്ഥിതിക്ക് വിജയത്തിലേക്ക് പോകാൻ കഴിയുന്ന ടീം തന്നെയായിരുന്നു സൺറൈസ് ഹൈദരാബാദ്. തുടക്കത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ ആർച്ചർ വീണ്ടും വില്ലനായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യ 3 മുൻനിര ബാറ്റന്മാരെയും പുറത്താക്കിക്കൊണ്ട് രാജസ്ഥാൻ റോയൽസിന് മേൽക്കോയ്മ നേടിക്കൊടുത്തു. എങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നു നല്ലൊരു പാർട്ട്ണർഷിപ്പിലൂടെ തിരിച്ചു വരികയാണെങ്കിൽ. പക്ഷേ ക്ലാസനും വേണ്ടത്ര ശോഭിക്കാനായില്ല. അതുകൊണ്ട് തന്നെയാണ് മത്സരശേഷം ക്യാപ്റ്റൻ കമ്മിൻസ് പറഞ്ഞത്, വിജയിക്കാൻ ഞങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നു. ആദ്യം ഫീൽഡിംഗ് തിരഞ്ഞെടുത്തതിൽ തെറ്റൊന്നുമില്ല. അത്രക്കും ബാറ്റിങ്ങിന് അനുകൂലമായൊരു പിച്ച് തന്നെയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി 1-2 വിക്കറ്റുകൾ ഞങ്ങൾക്ക് നഷ്ടമായി. അതുകൊണ്ട് തന്നെ തോൽവി ഞങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നു. ടീമിൻ്റെ പ്രകടനത്തെക്കുറിച്ച് അയാൾ അഭിമാനത്തോടെ തന്നെയാണ് പറഞ്ഞത്. എലിമിനേറ്ററിൽ രാജസ്ഥാനുമായി പരാജയപ്പെട്ട് IPLൽ നിന്ന് പുറത്താകുമ്പോൾ ഇതുവരേക്കും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ടീമിനായി. പ്രത്യേകിച്ച് യുവതാരങ്ങൾ, ടീം മാനേജ്മെൻറ്റും കോച്ചുമെല്ലാം
വളരെ കഠിനാധ്വാനം അതിൻ്റെ പിറകിലുണ്ട്. അത്തരം നല്ല യുവതാരങ്ങളെ കണ്ടെത്താൻ ടീമിന് സാധിച്ചു. പ്രത്യേകിച്ച് പ്രഫുൽ ഹിങ്കയുടെയും സാക്കിബ് ഹുസൈൻ്റെയും പേരെടുത്തു തന്നെ ക്യാപ്റ്റൻ പരാമർശിച്ചു. ഭാവിയുടെ വാഗ്ദാനങ്ങളാണവർ. ഇതുവരെ എത്തിയതിൽ അഭിമാനം തന്നെയാണ്. ഇത്രയും യുവതാരങ്ങളെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. ശക്തമായ ഒരു പോരാട്ടത്തിനൊടുവിൽ തന്നെയാണ് പരാജയപ്പെട്ട് മടങ്ങുന്നതെന്നും കമ്മിൻസ് കൂട്ടിച്ചേർത്തു. IPLനെ ഇഷ്ടപ്പെടുന്ന ഹൈദരാബാദിൻ്റെ ആരാധകരല്ലെങ്കിൽ പോലും കൂടുതൽ ആളുകളും ഹൈദരാബാദിൻ്റെ സാന്നിധ്യം ഫൈനലിൽ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രകടനത്തിന് മുന്നിൽ അവർക്ക് തലകുനിക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് സൂര്യവംശി എന്ന കൊച്ചു പയ്യൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു ഹൈദരാബാദിന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.